വെൽക്കം ബാക്ക് ടു CI എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്നലത്തെ ക്ലാസ്സിൻ്റെ അതായത് പാരസൈറ്റോളജിയുടെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫിലാരിയാസിസ്. ഇമ്പോർട്ടൻറ്റ് നിമാറ്റോഡ് കോസിംഗ് ലിംഫാറ്റിക് ഫിലാരിയാസിസ് is Wuchereria bancrofti and Brugia malayi. അപ്പോൾ എന്താണ് ഫിലാരിയാസിസ്, ലിംഫാറ്റിക് ഫിലാരിയാസിസ് കോസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമാറ്റോഡ്സ് ആണ് വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റിയും അതുപോലെ തന്നെ ബ്രൂഗിയ മലായിയും. The adult worm reside inside the lymphatics, obstruct the flow of lymph, causing swelling and fibrosis of the affected area. ഈ ഒരു ലിംഫാറ്റിക്സിൽ എന്തുണ്ടായിരിക്കും? അഡൾട്ട് വേംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ള ഈ അഡൾട്ട് വേംസ് ഈ ലിംഫിലൂടെയുള്ള ഫ്ലോനെ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു, അത് തടയുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ഒരു അഫക്റ്റഡ് ഏരിയയിൽ സ്വെല്ലിങ്, അതായത് ഒരു വീക്കവും അതുപോലെ തന്നെ ഫൈബ്രോസിസും ഉണ്ടാവുന്നു. ഇതാണ് നമുക്കറിയാം എലിഫൻറ്റിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എലിഫൻറ്റിയാസിസിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫിലാരിയാസിസിൻ്റെ ട്രാൻസ്മിറ്ററായിട്ട് വരുന്നത് മോസ്കിറ്റോസ് ആണ്. ദേ ആർ ഓവോ വിവി പാരസ്, അതായത് ഇവ ഓവോ വിവി പാരസ് ആയിരിക്കും, ഗിവിങ് ബർത്ത് ടു ലിവിങ് എംബ്രിയോസ്. ഈ ഒരു ഫിലാരിയൽ വേമിൻ്റെ ലാർവേ ഫോമാണ്. ഒരു ലാർവേ ഫോമിന് നമ്മൾ മൈക്രോ ഫിലാരിയ എന്നാണ് പറയുന്നത്. ദ ലാർവ ഓഫ് ഫിലാരിയൽ വേം, അതാണ് മൈക്രോ ഫിലാരിയ എന്ന് പറയുന്നത്. ഈ ഒരു മൈക്രോ ഫിലാരിയ, ഈ വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റിയുടെ മൈക്രോ ഫിലാരിയയ്ക്ക് അത് കളർലെസ് ആയിരിക്കും, മാത്രമല്ല അത് ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. മാത്രമല്ല അതിന് ബ്ലണ്ടഡ് ആയിട്ടുള്ളൊരു ഹെഡ് ഉണ്ടായിരിക്കും, ദെൻ ഒരു പോയിൻ്റ് ടെയിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ബ്ലഡ് സ്മിയറിൽ മൈക്രോഫിലാരിയ എങ്ങനെയാണ് കാണപ്പെടുന്നത്, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലൊരു ബ്ലണ്ടായിട്ടൊരു ഹെഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. താഴെയായിട്ട് ഒരു ബ്ലണ്ട് ഹെഡും അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ടെയിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇതിനെ കവർ ചെയ്തിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു ഹയാലിൻ ഷീത്ത് ഉണ്ടായിരിക്കും, വിച്ച് പ്രൊജക്ട് സ്ലൈറ്റ്ലി ബിയോണ്ട് ദ എക്സ്ട്രീമിറ്റീസ്. The central axis of the body has granules or nuclei which do not extend up to the tail. അതായത് ഈ ഒരു ഈ ബോഡിയുടെ ഈ സെൻട്രൽ ആക്സിസിൽ ഗ്രാനുൾസോ അല്ലെങ്കിൽ ന്യൂക്ലിയൈസോ ഉണ്ടായിരിക്കും. അത് ടെയിൽ വരെയൊന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകുന്നില്ല. ഇറ്റ് സെർവ്സ് ആസ് എ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടർ ഐഡൻറ്റിഫൈ ദ സ്പീഷീസ്. ഈ ഒരു സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറായിട്ട് ഇത് സെർവ് ചെയ്യുന്നു. The microfilaria of Brugia malayi is smaller and the tail tip is not free from nuclei. അതായത് ഈ മൈക്രോഫിലാറിയ, ബ്രൂഗിയ മലായിയുടെ മൈക്രോഫിലാറിയ എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും, ടെയിൽ ടിപ്പ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ന്യൂക്ലിയൈ. ലൈഫ് സൈക്കിൾ ഓഫ് ഫിലാരിയൽ വേംസ് ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 hosts in man and mosquitoes belongs to the genus of Culex അനോഫിലസ് ഓർ ഈരീസ്. അതായത് ഈ ഫിലാരിയൽ വേംസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആവുന്നത് 2 ഹോസ്റ്റിലൂടെയാണ്. അതിലൊന്ന് ഹ്യൂമൻ ബീയിങ് ആയിരിക്കും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോസ്കിറ്റോസ് ആയിരിക്കും. ഈ മോസ്കിറ്റോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യൂലസ് അനോഫിലിസ് അല്ലെങ്കിൽ ഈരീസ്, ആ ഒരു ജീനസിൽ വരുന്ന മോസ്കിറ്റോസ് ആണ് ഇതിൻ്റെ ഒരു ഹോസ്റ്റായിട്ട് വരുന്നത്. മൈക്രോഫിലാരിയ എൻറ്റേഴ്സ് ദ ഹോസ്റ്റ് ഡ്യൂറിങ് ബ്ലഡ് മീൽ വെൻ ദ വെക്ടർ എ മോസ്കിറ്റോ പങ്ക്ചേഴ്സ് ദ സ്കിന്ന്. അപ്പോൾ മോസ്കിറ്റോ നമ്മുടെ സ്കിന്നിനെ പങ്ക്ചർ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ആ ബ്ലഡ് മീലിലൂടെ അത് ഈ മൈക്രോഫിലാരിയ ഹോസ്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ദ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ലാർവേ എൻ്റർ ത്രൂ ദ വോണ്ട് ആൻഡ് മൈഗ്രേറ്റ് ടു ദ പെരിഫറൽ ലിംഫാറ്റിക്സ് വേർ ദേ ഗ്രോ ടു മെച്ചോ മെയിൽ ആൻഡ് ഫീമെയിൽ വേംസ്. അപ്പോൾ എന്താണ് ഒരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ലാർവേ എന്ത് ചെയ്യുന്നു? ഈ വൂണ്ടിലൂടെ ആണ് ഇത് എൻ്റർ ചെയ്യുന്നത്. ദെൻ മൈഗ്രേറ്റ് ചെയ്തിട്ട് അതൊരു പെരിഫറൽ ലിംഫാറ്റിക്സിലോട്ട് എത്തുന്നു. അവിടെ വെച്ചിട്ട് അവ വളർന്ന് മെച്ചുറായിട്ടുള്ള ഫീമെയിലോ അല്ലെങ്കിൽ മെയിൽ വേംസ് ആയിട്ട് മാറുന്നു. ദെൻ ദേ ക്യാൻ ലിവ് ദർ ഫോർ സെവറൽ ഇയേഴ്സ്. അവയ്ക്ക് അവിടെ സെവറൽ ഇയേഴ്സ്, ഒത്തിരി വർഷങ്ങൾ അവയ്ക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റും. മേറ്റിങ്ങിന് ശേഷം ദ ഗ്രാവിഡ് ഫീമെയിൽ റിലീസസ് ഷീത്തഡ് മൈക്രോഫിലാരിയ into the peripheral blood where they can be detected 8 to 12 months after the initial infected bite. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ മീറ്റിങ്ങിന് ശേഷം
ഈ ഒരു ഗ്രാവിഡ് ഫീമെയിൽസ് എന്ത് ചെയ്യുന്നു, ഒരു ഷീറ്റഡ് ആയിട്ടുള്ള മൈക്രോഫിലേറിയനെ ഈ ഒരു പെരിഫറൽ ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഒരു ഇനീഷ്യൽ ഇൻഫെക്റ്റഡ് ബൈറ്റ്, ആദ്യത്തെ ആ ഒരു ഇൻഫെക്റ്റഡ് ബൈറ്റിന് ശേഷം ഒരു 8 to 12 month അതിനുള്ളിൽ നമുക്കിതിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബ്ലഡിൽ ഉള്ള ഈ ഒരു മൈക്രോഫിലാരിയനെ ഇഞ്ചക്ഷൻ നടത്തുന്നത് വഴി എന്ത് ചെയ്യുന്നു, ഈ ഒരു മൊസ്കിറ്റോയ്ക്ക് ഈ ഒരു ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നു. ദ മൈക്രോഫിലാരിയെ ലോസസ് ദെയർ ഷീത്ത് ഓൺ അറൈവൽ ഇൻ ദ സ്റ്റൊമക് ഓഫ് ദ മൊസ്കിറ്റോ ഡ്യൂ ടു ഗ്യാസ്ട്രിക് ജ്യൂസസ്. ഈ ഒരു മൈക്രോഫിലാരിയെ ഈ ഒരു മോസ്കിറ്റോയുടെ സ്റ്റൊമക്കിലോട്ട് എത്തുമ്പോൾ അതിന് ഒരു ഷീത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഷീത്ത് അതിന് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു സ്റ്റൊമക്കിൻ്റെ ഉള്ളിലായിട്ട് ഗ്യാസ്ട്രിക് ജ്യൂസസുകൾ ഉണ്ട്. ലാർവെ മൈഗ്രേറ്റ്സ് ടു ദ തൊറാസിക് മസിൽസ്. ഈ ലാർവ എന്ത് ചെയ്യുന്നു, തൊറാസിക് മസിൽസിലോട്ട് അത് മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഡെവലപ്പ് ചെയ്യാണ്, എന്തായിട്ട്, ഒരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ലാർവയായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നു ഓവർ എ പീരീഡ് ഓഫ് 6 to 14 days. ഇപ്പോൾ ഒരു 6 to 14 ദിവസത്തിനുള്ളിൽ തന്നെ അതൊരു ഇൻഫെക്റ്റീവ് ലാർവയായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നു. ദ ലാർവെ അതിനുശേഷം മൈഗ്രേറ്റ് ടു ദ മൗത്ത് പാർട്സ് ഓഫ് ദ മോസ്കിറ്റോ വിച്ച് ഇൻഫെക്റ്റ് ദ ഹോസ്റ്റ് ഡ്യൂറിങ് എ ബ്ലഡ് മീൽ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ലാർവെ എന്നിട്ട് ഈ ഒരു തൊറാസിക് മസിൽസിൽ നിന്നും അത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു മോസ്കിറ്റോയുടെ മൗത്ത് പാർട്ടിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ മൗത്ത് പാർട്ടിൽ എത്തിയാൽ മാത്രമാണല്ലോ മറ്റൊരു ഹോസ്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഒരു ബ്ലഡ് മീലിലൂടെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ദ ബ്ലഡ് സ്റ്റേജസ് ഓഫ് ഫിലാരിയെ മൈക്രോഫിലാരിയെ വാരി ഇൻ ടൈംസ് വെൻ ദേ ആർ പ്രസൻറ്റ് ഇൻ ദ പെരിഫറൽ ബ്ലഡ് കറസ്പോണ്ടിങ് വിത്ത് ദ പീക്ക് ബൈറ്റിംഗ് time of the vector. In nocturnally periodic forms, the microfilaria are present in the peripheral blood circulation at night. During day, they reside in the deep tissue, particularly the lungs. അതായത് നൊക്ടേണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് അറ്റ് നൈറ്റിൽ ആക്റ്റീവ് ആവുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു നൊക്ടേണലി പീരിയോഡിക് ഫോമാണ് ഈ ഒരു മൈക്രോഫിലാറി എന്ന് പറയുന്നത്. സോ അവ ഈ ഒരു നൈറ്റ് ടൈമിൽ ഈ ഒരു പെരിഫറൽ ബ്ലഡ് സർക്കുലേഷനിൽ കാണപ്പെടുന്നു. ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവ ഒരു ഡീപ്പ് ടിഷ്യൂസിൽ, അതായത് പർട്ടിക്കുലർലി ലെൻസിലൊക്കെ ഇത് പോയിട്ട് അവിടെ ഇങ്ങനെ റിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ കിടക്കുകയാണ് അല്ലെങ്കിൽ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. Then lab diagnosis of filariasis involves the examination a thin and thick blood smears. അപ്പോൾ നമ്മൾ ഫിലാരിയാസിൻ്റെ ഡയഗ്നോസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിന്നും അതുപോലെ തന്നെ തിക്ക് ബ്ലഡ് സ്മിയേഴ്സിൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഈ ബ്ലഡ് സാമ്പിൾ നമ്മൾ ഈ ഒരു ഫിലാരിയൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഈ ബ്ലഡ് സാമ്പിൾ നമ്മൾ ഐഡിയലി അത് കളക്ട് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. അതായത് ഒരു ബിറ്റ്വീൻ 10 PM to 2 AM ആ ഒരു ടൈമിലാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനൊരു നൊക്ടേണൽ ഹാബിറ്റ് ആണ് ഉള്ളത്, അതായത് രാത്രിയാണ് ഇത് ബ്ലഡിൽ കാണപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. There are 4 characteristics that are generally used in diagnosing microfilaria. ഈ മൈക്രോഫിലാരിയനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന 4 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഷീത്ത്. അവിടെ ആ ഒരു ഷീത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ പ്രസൻസ് ഓഫ് ഓർ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയൈ ഇൻ ദ ടിപ്പ് ഓഫ് ദ ടെയിൽ. ആ ഒരു ടെയിലിലായിട്ട് അതായത് ടെയിലിൻ്റെ ടിപ്പിലായിട്ട് ന്യൂക്ലിയൈ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ ദ ഇന്നർ ബോഡി ക്യാൻ ഓർ കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ്. അതിൻ്റെ ഇന്നർ ബോഡി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ദെൻ ദ സൈസ് ഓഫ് ദ മൈക്രോഫിലാരിയ. ഈ ഒരു 4 എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു മൈക്രോഫിലാരിയയുടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ജനറലി യൂസ് ചെയ്യുന്നത്. ദെൻ ലബോറട്ടറി ഡയഗ്നോസിസ് മെത്തേഡ്. വെറ്റ് സ്മിയർ പ്രിപ്പറേഷൻ. വെറ്റ് സ്മിയർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. 2 or 3 drops of blood are taken in a clear glass slide and put a covered slip on it. എന്താ ചെയ്യുന്നത്, വെറ്റ് സ്മിയർ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വെറ്റായിട്ടുള്ള കണ്ടീഷനായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുന്നു. ആ ഗ്ലാസ് സ്ലൈഡിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഒരു 2 അല്ലെങ്കിൽ 2-3 ഡ്രോപ്സ് ഓഫ് ബ്ലഡ് നമ്മൾ അതിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു കവർ സ്ലിപ്പ് മുകളിലായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ലോ പവർ ഒബ്ജക്റ്റീവിൽ വെച്ചിട്ടാണ് ഇതിനെ എക്സാമിൻ ചെയ്യുന്നത്.
ഈ മൈക്രോഫിലാരിയ നമ്മൾ ഈ ബ്ലഡ് സ്മിയറിൽ അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഈ ഒരു മൈക്രോഫിലാരിയ നമുക്ക് വ്രിഗ്ലിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. വ്രിഗ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ചൊന്ന് വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും, ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. സ്റ്റെയിൻഡ് സ്മിയർ പ്രിപ്പറേഷനാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു തിക്ക് ബ്ലഡ് സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രിപ്പയർ ചെയ്തതിനെ നമ്മൾ ഒരു 10 മിനിറ്റ്സ് ഡിസ്റ്റിൽ വാട്ടറിൽ പുട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സ്ലൈഡിനെ ഇട്ട് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഹീമോഗ്ലോബിനൈസേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം എയർ ഡ്രൈ ചെയ്യുന്നു. ദെൻ സ്റ്റെയിൻ വിത്ത് ലീഷ്മാൻ സ്റ്റെയിൻ ഓർ മെഥിലിൻ ബ്ലൂ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് എന്ന് പറയുന്നത് ലീഷ്മാൻ സ്റ്റെയിനോ അല്ലെങ്കിൽ മെഥിലിൻ ബ്ലൂ സ്റ്റെയിനോ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ്ലി നമുക്കതിൽ JSB അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റെയിൻസും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കോൺസെൻട്രേഷൻ ടെക്നിക്ക്. നെക്സ്റ്റ് വരുന്നത് കോൺസെൻട്രേഷൻ ടെക്നിക്കാണ്. ദ കോൺസെൻട്രേഷൻ ക്യാൻ ബി ഡൺ ബൈ ടേക്കിംഗ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ്, അതായത് ഒരു 5 to 10 ml, and adding 10 ml of 2% acidic acid or distilled water to lyse the RBCs. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ ചെയ്യുന്നത് നമ്മളൊരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് ആണ് എടുക്കുന്നത്, അതായത് ഒരു 5 to 10 ml ആണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഒരു 10 ml ഓഫ് 2% അസറ്റിക് ആസിഡോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു RBCസിനെ ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദ ബ്ലഡ് ഈസ് ദെൻ സെൻട്രിഫ്യൂജ്ഡ് ആൻഡ് സ്മിയർ ഈസ് പ്രിപ്പേർഡ് ഫ്രം ദ സെഡിമെൻറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡിനെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നു, സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അതിനുശേഷം എന്നിട്ട് അതിൻ്റെ സെഡിമെൻറ്റ് കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു സെഡിമെൻറ്റിൽ നിന്ന് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്മിയറിനെ നമ്മൾ എയർ ഡ്രൈ ചെയ്യുന്നു, ഹീമോഗ്ലോബിനൈസേഷൻ നടത്തുന്നു, ദെൻ സ്റ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പാരസൈറ്റിന് പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യുന്നു. ഫിലാരിയാസിസ് ക്യാൻ ഓൾസോ ബി ഡയഗ്നോസ്ഡ് ഇൻഡയറക്ട്ലി ബൈ സെറോളജിക്കൽ ടെസ്റ്റ്. നമുക്ക് സെറോളജിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഇൻഡയറക്റ്റ്ലിയും വേണമെങ്കിൽ നമുക്കിതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വെൻ ദ മൈക്രോഫിലാരിയ ഡെൻസിറ്റി ഈസ് ലോ, കോൺസെൻട്രേഷൻ ടെക്നിക് ആർ യൂസ്ഡ്. അപ്പോൾ മൈക്രോഫിലാരിയയുടെ ഡെൻസിറ്റി കുറവാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ ഒരു കോൺസെൻട്രേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് നോട്ട്സ് കോൺസെൻട്രേഷൻ ടെക്നിക്ക്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ആൻറ്റി കൊയാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഒരു 1 ml എടുക്കുന്നു. അത് നമ്മൾ ഒരു 9 ml ഓഫ് 2% ഫോർമാലിനിലോട്ട് നമ്മൾ ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനൊരു 1 minute സെൻട്രിഫ്യൂഗേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. ദ സെഡിമെൻറ്റ് ഈസ് സ്പ്രെഡ് ഓൺ ദി സ്ലൈഡ് ടു ഡ്രൈ thoroughly. ഈ ഒരു സ്ലൈഡ് നമ്മൾ റൈറ്റ് ഓർ ഗീംസ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യുന്നു. ദെൻ നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? മൈക്രോഫിലാരിയെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ മൈക്രോസ്കോപ്പിക്കലി എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയോപോർ ഫിൽട്രേഷൻ. അപ്പോൾ ഇൻ ദ ഫിൽട്രേഷൻ മെത്തേഡ് യൂസ്ഡ് അറ്റ് ദ പ്രസൻറ്റ് ലാർജർ വോളിയം ഓഫ് ബ്ലഡ് അപ് ടു 5 ml ക്യാൻ ബി ഫിൽറ്റേർഡ് ത്രൂ മില്ലിപോർ ഓർ ന്യൂക്ലിയോപോർ മെംബ്രെയിൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ഫിൽട്രേഷൻ മെത്തേഡുകളാവുമ്പോൾ നമ്മളൊരു ലാർജർ വോളിയമാണ് ബ്ലഡ് യൂസ് ചെയ്യുന്നത്, ഒരു 5 ml വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ മില്ലിപോറോ അല്ലെങ്കിൽ ന്യൂക്ലിയോപോർ മെംബ്രെയിൻസിലൂടെ ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 mm ഡയമീറ്റർ ആയിരിക്കും, ആ ഒരു പോറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ മെംബ്രെയിനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ തന്നെയോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റെയിനിങ്ങിന് ശേഷമോ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഫിൽറ്റർ മെംബ്രെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് മച്ച് മോർ സെൻസിറ്റീവ് ആണ്. സോ ദാറ്റ് നമുക്ക് ബ്ലഡിനെ നമുക്ക് വേണമെങ്കിൽ ഡ്യൂറിങ് ഡേ ടൈമിൽ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്, സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ദ ഡിസ്അഡ്വാൻറ്റേജസ്, ഈ ഒരു ടെക്നിക്കിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ? അതായത് ഇതിൻ്റെ കോസ്റ്റാണ് ആൻഡ് ദ നീഡ് ഫോർ വെനി പങ്ക്ചർ. അപ്പോൾ അവിടെ നമ്മൾ വെനി പങ്ക്ചർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡേസി പ്രൊവോക്കേഷൻ ടെസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്മോൾ ഡോസ് ഓഫ് ഡൈ ഈതർ കാർബാമസൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബോഡി വെയ്റ്റിന് അനുസരിച്ചിട്ട് 2 mg, അതാണ് 2 mg/kg ബോഡി വെയ്റ്റ്, അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ഡേ ടൈമിലും ഈ ഒരു പെരിഫറൽ ബ്ലഡിൽ മൈക്രോഫിലാരിയയുടെ പ്രസൻസിനെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഫോർ സർവേ ബ്ലഡ് സാമ്പിൾസ് ക്യാൻ ബി കളക്റ്റഡ് 20
to 15 minutes after the administration of 100 mg tablet of DEC to adult. സർവേ ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഡൾട്ടിന് ഈ ഒരു 100 mg ടാബ്ലറ്റ് കൊടുത്തതിന് ശേഷം ഒരു 20 to 50 മിനിറ്റ്സിന് ശേഷമായിട്ടാണ് നമ്മൾ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് അതർ സ്പെസിമെൻസ് ആണ്. മൈക്രോഫിലാരിയ മേ ബി ഡെമോൺസ്ട്രേറ്റഡ് ഇൻ സെൻട്രിഫ്യൂജ്ഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ലിംഫ്, ഹൈഡ്രോസിലെ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ കൈലസ്, യൂറിൻ ഓർ അതർ അപ്രോപ്രിയേറ്റ് സ്പെസിമെൻസ്. അപ്പം നമുക്ക് എന്താ പറയുന്നത്, കൈലസ് യൂറിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ലിംഫാറ്റിക് ഫ്ലൂയിഡ് കിഡ്നിയിലോട്ട് ലീക്കായിട്ട് അത് നമ്മുടെ യൂറിൻ ഒരു മിൽക്കി വൈറ്റ് കളറാക്കിയിട്ട് മാറ്റുന്നു. ആ ഒരു കണ്ടീഷനാണ് കൈലസ് യൂറിൻ അല്ലെങ്കിൽ കൈലൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്പെസിമെൻസിനൊക്കെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയിട്ട് നമുക്ക് മൈക്രോഫിലാരിയയുടെ പ്രസൻസിന് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. യൂഷ്വലി 10 to 20 ml of the first early morning urine is collected for the examination and demonstration. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗിലുള്ള ഫസ്റ്റത്തെ ഒരു 10 to 20 ml യൂറിനാണ് കളക്ട് ചെയ്യുന്നത് ഈ ഒരു എക്സാമിനേഷനും ഡെമോൺസ്ട്രേഷനും നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് പാരാസൈറ്റോളജി എന്ന് പറയുന്ന ആ ഒരു പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2 മാർക്കിൻ്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്.